ഹായ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അപ്പം ഇന്ന് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ആൾ ഇവിടെ ഡെൻറ്റിസ്റ്റ് ആണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അയർലൻഡിൽ ഡെൻറ്റിസ്റ്റായിട്ട് നാട്ടിൽ പഠിച്ചവർക്ക് എങ്ങനെ അവിടെ എത്താം, അതിനുള്ള പ്രൊസീജിയർ എന്താണ്, അപ്പോൾ അതിൻ്റെ പാത്ത് വേസും കാര്യങ്ങളാണ് നമ്മൾ ഇന്നോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പേര് അഹമ്മദ് സെബിൻ. നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇന്ത്യൻ ഫാമിലി വ്ലോഗ്സ് ബൈ മല്ലു. വീഡിയോ കാണുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബാക്കിയുള്ള ഫ്രണ്ട്സിന് അത് ഉപകാരപ്പെടുമെങ്കിൽ അത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫുള്ളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ പേര് ഡോക്ടർ ആൽബിൻ ജിയോ ജോസഫ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഡെൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പം 2.5 years ആയി. അപ്പം ഞാൻ നാട്ടിൽ BDS MDS എല്ലാം നാട്ടിൽ പഠിച്ചിട്ട് നാട്ടിൽ വർക്ക് ചെയ്തിട്ട് ഞാനിവിടെ വന്നിട്ട് ഇപ്പം ഒരു 2.5 years ആകുന്നേ ഉള്ളൂ. അപ്പം ദാറ്റ്സ് ഓൾ അബൌട്ട്. നാട്ടിലെൻ്റെ സ്ഥലം ചങ്ങനാശ്ശേരി എന്ന് പറയും, കോട്ടയം ഡിസ്ട്രിക്ട്. പഠിച്ചത് ഞാൻ BDS നാട്ടിൽ സ്കൂളിംഗ് എല്ലാം നാട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ BDS മണിപ്പാൽ കോളേജ് ഓഫ് ഡെന്റൽ സയൻസസ് മാംഗ്ലൂർ ക്യാമ്പസിലാണ് BDS ചെയ്ത് 2010 ഫിനിഷ് ചെയ്തു. പിന്നെ ആക്ച്വലി ഇൻഫാക്ട് മൈ പേരൻസ് ഹാവ് ബീൻ ഹിയർ സിൻസ് 18 years. That was the main reason for me to move into Ireland. അപ്പം if there is a question like why I moved in, the reason was my parents were here for quite a long time. And in between I have been coming in for vacations and I just got to know about the place. I thought I'll give a try. But 2010 കഴിഞ്ഞ് just immediately after my BDS I just thought of applying for coming into Ireland. But there was a clause that you need to have a bit of experience. So BDS കഴിഞ്ഞ് immediately after BDS I applied, but I was rejected because of the lack of experience. Then എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആയി മിനിമം ചോദിക്കുന്നുണ്ട്? മിനിമം ആ സമയത്ത് you need some experience എന്നായിരുന്നു. But later on when I went to the website, in the last 3 years you will have to be working എന്നുള്ളൊരു ക്ലോസ്. 3 years. Like suppose if you graduate in 2010, you apply in 2012, last 3 years and only you should be working. Okay. There should not be any breaks. ബ്രേക്ക് ഇല്ലാതെ അവസാനത്തെ 3 വർഷം നമ്മൾ ജോലി ചെയ്തിരിക്കണം. ഇൻ കേസ് ഇപ്പം 2010 പാസ് ഔട്ട് ചെയ്ത് 2012 വേണേൽ അപ്ലൈ ചെയ്യാം, ബട്ട് യു ഹാവ് ടു ബി വർക്കിംഗ്. ഓക്കെ. സോ അങ്ങനെ ഞാൻ ഇമ്മീഡിയറ്റ്ലി ആണ് 2010 ഇമ്മീഡിയറ്റ്ലി ആണ് ഞാൻ അപ്ലൈ ചെയ്തത്. So in fact I was rejected. Then I thought I'll go back, bit of experience. നാട്ടിൽ തന്നെ I worked in a hospital. Then after that പിന്നെ നാട്ടിൽ ഇങ്ങനെ നോക്കിയപ്പോൾ I just thought I'll give the PG exams. നോക്കാം, PG യോട് എടുക്കാമെന്ന് വിചാരിച്ച് PG ഞാൻ 2012 ജോയിൻ ചെയ്തു. 2015 I completed. PG ചെയ്ത അമൃത ഡെന്റൽ കോളേജ് കൊച്ചി. പ്രോസ്റ്റോഡോണ്ടിക്സ് എന്നൊരു ബ്രാഞ്ചിലാണ് ഞാൻ PG ചെയ്തത്. 2015 I completed. പിന്നെ 2015 തൊട്ടായിരുന്നു ഞാൻ പിന്നെ again applied for ഇവിടുത്തെ രജിസ്ട്രേഷൻ. സോ നാട്ടിൽ നിന്ന് വരുമ്പം 2 കാര്യങ്ങളാണ് ഉള്ളത്. എനിക്ക് അതിന് മുമ്പ് ഇപ്പം ആൽവിൻ അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എനിക്ക് ഒരു മൂന്ന് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ പോയ കാര്യങ്ങൾ ഞാൻ പോകുന്നവരോട് ചോദിക്കാം, ആൽവിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. അപ്പോൾ അത് ചിലപ്പോൾ പ്രേക്ഷകർക്കും അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. ഒന്നാമത്തെ കാര്യം, പേരൻസ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ ബെനിഫിറ്റ് ചെയ്തിരുന്നോ വരാൻ വേണ്ടിയിട്ട്? അതോ ഇപ്പം ഇപ്പം നാട്ടിൽ സപ്പോർട്ട് ഇല്ലാത്ത ഒരാൾ, അതായത് ഇങ്ങോട്ട് ഒരു സപ്പോർട്ട് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് കയറി വരാൻ ചെയ്യേണ്ട എല്ലാ പ്രൊസീജിയറും ആൽബിൻ ചെയ്തോ? നാട്ടിൽ നിന്ന് ഒരാൾക്ക് ഇവിടെ കയറി വരാൻ ചെയ്യേണ്ട എല്ലാ പ്രൊസീജിയേഴ്സും ഞാൻ തന്നെയാണ് ചെയ്തത്. പേരൻസ് ഇവിടെ, ഐ എം സ്റ്റിൽ ആൻ ഇന്ത്യൻ സിറ്റിസൺ. അപ്പം സോ പേരൻസ് ഇവിടെ ഉള്ളതുകൊണ്ട് the only support which I got was an accommodation. When in case when I had to come into Ireland, invitation letter and everything, in that aspect there was a help. But exams, everything was on my own. So just before വേറെ any രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ BDS കഴിഞ്ഞ് 3 വർഷം എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് MDS ചെയ്തു എന്ന് പറഞ്ഞു. അത് എക്സ്പീരിയൻസ് ആയിട്ട് കൗണ്ട് ചെയ്യുമോ അതോ? അത് എക്സ്പീരിയൻസ് ആയിട്ട് കൗണ്ട് ചെയ്തവർ. That time they counted it as an experience. So കാരണം I worked for nearly 2 years after BDS. അതായത് 2012 ഞാൻ കയറുന്നത്, MDS കയറുന്നത്. 2012 to 2015 was MDS. സ്റ്റഡി പീരീഡ് ആയിരുന്നു. അതെല്ലാം ഞാൻ ഷോ ചെയ്തപ്പം ഇറ്റ് വാസ് ഫൈൻ. 2015 ആയപ്പോഴും they took me for the exam. കഴിഞ്ഞു, ഇവിടത്തേക്കുള്ള കാര്യങ്ങൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു. അപ്പം എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് ഇപ്പം നേഴ്സിങ്ങിനാണെങ്കിൽ നമ്മൾ ആദ്യത്തെ
സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മൾ IELTS നമ്മൾ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി തെളിയിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എന്താണ് ഡെന്റലില് എന്താണ്? ഓക്കെ, സോ ആസ് എ ഡെന്റിസ്റ്റ് ഇപ്പം നമുക്ക് രണ്ട് വഴിയാണുള്ളത്, 2 steps. Like one is to get the registration, the dentist registration, and the second thing is to get a job. The first thing is registration. What if you need to get a job, you need to be registered in the dental council. അപ്പോൾ അതിൽ നിന്ന് ഇപ്പം ഇന്ത്യയിൽ നിന്ന് വരുവാണെങ്കിൽ the way would be the non-European Union dentist registration exam. Otherwise, if you are trained in the EU, and though a mutual recognition, if you're trained in Canada, you have a mutual recognition. അങ്ങനെല്ലാം ഉണ്ട്. More information on this is there in the website, dentalcouncil.ie website. Now, just when you're coming in from India, the first thing is the exam. So, to need to do anything, you have to clear the exam, which is the registration exam. അപ്പോൾ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി IELTSന്റെ ആവശ്യം? അപ്പം for giving the exam, you need to be ഒരു proficiency ചോദിക്കുന്നുണ്ട്. So, either IELTS, OET. IELTS individual modules is 7. OET, I think it's still B. പിന്നെ otherwise, the route which everybody tries to do is your education should have been in English. അങ്ങനെ ഒരു പേപ്പർ, ഒരു ഫോമാറ്റ് ഉണ്ട് ടു ഗെറ്റ് ഇറ്റ് ഫ്രം ദ കോളേജ്. അപ്പോൾ അതായിരിക്കും ഏറ്റവും ഈസിയർ, കാരണം നാട്ടിലെല്ലാം ഇംഗ്ലീഷിലാണ് എഡ്യൂക്കേഷൻ. സോ ദാറ്റ് വിൽ ബി ദ ഈസിയർ ഓപ്ഷൻ. നോബഡി ഗോസ് ബിഹൈൻഡ് IELTS or OET. അപ്പം ഇങ്ങനെ ഒരു പേപ്പറിൽ യു ഗെറ്റ് ഇറ്റ് കൺഫേംഡ് ബൈ ദ കോളേജ്. സോ ഓൾ ദീസ് വിൽ ബി ഇൻക്ലൂഡ് ഇൻ ദ ഡോക്യുമെൻറ്റേഷൻ ഫോർ ദ എക്സാം. The exam, the documentation list is also given on the website. So when you're applying for an exam, there is an application form. English in the proficiency other. Pinna your record of good standing. National registration councils in the good standing. Pinna your degree certificate and all those things. So with all these, you do the application for the exam. That is the first step. Now, ഞാൻ എക്സാം കൊടുത്തത് അറൗണ്ട് 2016-17. ദാറ്റ് ടൈം ഈ കോവിഡ് ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. സോ ഐ ജസ്റ്റ് അപ്ലൈഡ്, ഐ ഗോട്ട് എ പൊസിഷൻ ഫോർ ദ എക്സാം ഇൻ 2016. എന്ന് വെച്ചാൽ ഒരു റൈറ്റിംഗ് പൊസിഷൻ ഇൻ 2016. ബട്ട് നൗ വാട്ട് ഐവ് ഹേർഡ് ഇസ് ഇപ്പം ദ നമ്പർ ഓഫ് എൻട്രീസ് ഈച്ച് ഇയർ ആർ ലിമിറ്റഡ്. 15 പുതിയ ആപ്ലിക്കൻസിനെ എടുക്കുന്നുള്ളൂ എന്നൊരു ഇൻഫർമേഷൻ ഞാൻ ഇങ്ങനെ കേട്ടു. ഓരോ വർഷം they just taking, because there is a lot of people in the system. Part 2 exams are there in between. So part 1 is there and part 2 is there. So there are a lot of people in the system. So with COVID and everything, it's again lagging behind. They're only taking 15 new applicants every year. Okay. So first thing is to apply for the exam. Get all your documentation right. Naatil ninnu nammade certificates ellam I think will have to be notarized. Naatile certified documents. So നമ്മുടെ നാട്ടിലെ അറ്റസ്റ്റേഷൻ പോലെയല്ല, ഇറ്റ് ഹാസ് ടു ബി നോട്ടറൈസ്ഡ്. അങ്ങനെ ഇറ്റ്സ് ഓൾ ഗിവൺ ഓൺ ദ വെബ്സൈറ്റ്. സോ യു അപ്ലൈ, ദേ കൺഫേം. എന്നിട്ട് the another part is 2 parts. Exam is done in 2 parts, part 1 and part 2. Part 1 is basically നമ്മുടെ basic dental sciences. So includes right from anatomy, physiology. നമ്മൾ എല്ലാ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും പഠിക്കുന്നതാണ് പാർട്ട് 1 കൂടുതൽ വരുന്നത്. So part 1 is basically 3 written papers, 3 hours each. Okay. And there will be a bench test എന്ന് പറയും, ഒരു ചെറിയൊരു പ്രാക്ടിക്കൽ ഓൺ മോഡൽസ്. So that will include the part 1. ഒരു കാര്യം ജസ്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. നമുക്കത് ഇന്ത്യയിൽ എടുക്കാൻ പറ്റുമോ ഈ എക്സാം? The exam is conducted in Dublin. You'll have to travel to Dublin. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് വിസയിലാണ് നമ്മൾ എക്സാം വിസ വേണേ ഡൽഹി കൗൺസിലോട് ചോദിച്ചാൽ കിട്ടും. ഓക്കെ. അപ്പം in my case my parents were here, so invitation letter ഉണ്ടായിരുന്നുണ്ട്. That part was done. But if you don't have anybody, there is an exam visa. നമ്മൾ ഇത്ര 10 days ഇനി പർട്ടിക്കുലർ ഏജൻസി അറിയാവോ നമ്മുടെ നാട്ടിൽ നിന്ന്? എക്സാം വിസയ്ക്ക് ഏജൻസിയുടെ ആവശ്യമൊന്നുമില്ല, യു ക്യാൻ ഡയറക്ട്ലി അപ്ലൈ. ഓക്കെ. അല്ല, നമ്മൾ A-to-Z കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഏതെങ്കിലും ഒരു ഏജൻസി ഉണ്ടോ? ഡെന്റൽ ഇല്ല. നമ്മളെല്ലാം സ്വയം ചെയ്യണം. ഓക്കെ. കണ്ടിന്യൂ. ഇപ്പോൾ ഉണ്ടോന്ന് അറിയത്തില്ല, ബട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട് 5 years back. അന്ന് ആരും ഇല്ലായിരുന്നു. ഫെയർലി സ്ട്രേറ്റ് ഫോർവേഡ് ആണ് അപ്ലൈങ് ഫോർ an Irish visa. So once you have a letter from the dental council, no questions asked. Okay. അപ്പം so part 1 again. Part 1 is basically dental sciences. You have to come to Dublin to give the exam. Mostly 2 or 3 days ആയിട്ടാണ് എക്സാം നടക്കുന്നത്. Part 1 you will have 2 attempts. Okay. You will have to pass individually in all the exams. ഇപ്പോൾ ഈ 3 written papersഉം ആ ബെഞ്ച് ടെസ്റ്റ് എന്നാണ് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ പേര്.
it's all held in Dublin. Dublin Dental Hospital, Dublin Dental University Hospital. The Dublin Dental College അതാണ്. ഒരു ചോദ്യം, സോറി. Yeah. എന്തുമാത്രം എക്സ്പെൻസ് ആവുന്നുണ്ട് Exam. ഈ എക്സാമിന്? Exam is 1,500 euros. 1,500 euros. So it's 750. Part 1 750, Part 2 750, Okay. which is much less compared to other countries' exams. പാർട്ട് 1 പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രേറ്റ് അവേ 2ലേക്ക് പോകാമോ? Part 1 individually പാസ്സായാൽ നമുക്ക് സ്ട്രേറ്റ് അവേ Part 2 പോകാം. അതിനുശേഷമാണ് അപ്ലൈ ചെയ്യേണ്ടത്? പാർട്ട് 1 കഴിഞ്ഞതിന് ശേഷം പ്രത്യേക ആപ്ലിക്കേഷൻ ഫോം അതിനില്ല. ഇല്ല. So if you pass, they confirm you the position in Part 2. എളുപ്പമാണെന്ന് ചോദിച്ചാൽ എളുപ്പമല്ല, ബട്ട് യുൽ ഹാവ് ടു ബി റിയലി പുട്ടിങ് ഇൻ ടു എഫേർട്ട് ഇൻ ഇറ്റ്. ഇമ്പോസിബിൾ അല്ല, ക്യാൻ ബി ഡൺ. ഇതിന് എന്തെങ്കിലും ട്രെയിനിങ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആ സമയത്തൊന്നും ഇല്ലായിരുന്നു, ഇപ്പോഴും ഇല്ലെന്നാണ് തോന്നുന്നത്. സെൽഫ് സ്റ്റഡിയാണ്. മെയിൻലി യു ഗെറ്റ് സാമ്പിൾ പേപ്പേഴ്സ് ഫ്രം ദ ഡെന്റൽ കൗൺസിൽ, യു പ്രിപ്പയർ യുവർ സെൽഫ്. സാമ്പിൾ പേപ്പേഴ്സ് അവരോട് മെയിൻലി ചോദിച്ചാൽ തരാം. സോ ഡു യുവർ റീഡിങ്. പിന്നെ ഈ ബെഞ്ച് ടെസ്റ്റ് എന്ന് പറയുന്നത് ലൈക്ക് നമ്മൾ മോഡൽസിൽ നമ്മൾ ഓരോരോ ആക്ടിവിറ്റീസ് ഉണ്ട്. സോ ഇറ്റ്സ് ഡൺ ഓവർ 3 hours. For that, training is done given in the Dublin Dental Hospital. So before the exam they might arrange that. Dental council and arrange. Dental council and arrange. Okay. We have to pay extra. That is different payment. Yeah. So you ഈ എക്സാമിന് ഇനിഷ്യൽ പേയ്മെന്റ് 1,500 has to be given front. Give the exam part 1. Part 1 2 attempts ആണുള്ളത്. So if you clear the part 1 in one of these attempts, you directly move into part 2. Part 1 is mostly held during April time normally. Both these exams, there is only one part 1 exam a year, there is only one part 2 exam a year. So it's just one exam every year. അതാണ് വേറെ ഒരു ബുദ്ധിമുട്ട്. Like there are first പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും ഉള്ള എക്സാംസ് ഇല്ല. So it's just one exam. Part 1 clear here, you move into part 2. Part 2 is more of your dental clinical sciences, which is mostly your third year and fourth year of study in dentistry. All aspects of dentistry are covered. Again, I think it's a 5-day exam. It was a 5-day exam. It's still a 5-day exam. 2 days written paper. A third paper on OSCE എന്ന് പറയും. OSCE means Objective Structured Clinical Examination. നാട്ടിലെ സ്പോട്ടേഴ്സ് എന്ന് അതിന് പറയുന്നത്. ഇച്ചിരി ഒരു ഗ്ലോറിഫൈഡ് ആയിരിക്കും. ഇറ്റ്സ് ഡൺ ഓവർ 2.5 hours. All aspects of dentistry is covered. അപ്പം you'll have to be really proficient in that. റീഡിങ്ങും വേണം, ഒരു പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് എല്ലാം ചെക്ക് ചെയ്യും. പിന്നെ the 4th and 5th days will be vivas. Once you clear that, you get the registration. Just in case ഒരു ഫെയിൽ ആയാൽ വീണ്ടും ആദ്യം തൊട്ട് രജിസ്ട്രേഷൻ. ഇൻ കേസ് ഇത് ഫെയിൽ ആയാൽ നമ്മൾ വീണ്ടും ഇതേ പൈസ കൊടുക്കണോ? പൈസ കൊടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, അതോ നമുക്ക് വീണ്ടും ജസ്റ്റ് അപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റുമോ? അല്ല, so in case if you don't clear the part 1 of the first attempt, you'll have to give it again the next year. The next year I think ഇതിന്റെ half 750 മാത്രം കൊടുത്താൽ മതി. You don't need to pay the full amount. So but that's half of it. 750 has to be paid. And you give part 1 again. And that will be your last attempt. Only 2 attempts. Now you move into part 2. Part 2 has 3 attempts. 3 attempts. So you don't clear in the first year, you give it again in the second year. Like was my case. 2016 part 1 I cleared part 1 straight first attempt. Part 2 I gave the same year. ഞാൻ ഏപ്രിൽ വന്നു, പിന്നെ ഞാൻ ജൂണിൽ വന്നു. ജൂണിൽ വന്നിട്ട് I couldn't clear that time. Went back home. Then I came in 2017, June, nearly that time. Again paid 750. അപ്പോൾ ആ സമയത്ത് ഐ തിങ്ക് വേറെ 1-2 ഡോക്യുമെന്റ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ലൈക്ക് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റോ എന്തോ വേണം. കാരണം ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് സ്റ്റാൻഡ്സ് ഫോർ only for 3 or 6 months. So again get that certificate. Oh yeah. All communications will be fine. So again do the paperwork ഒത്തിരി ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ്. Then again give the exam in part 2 again കൊടുത്തു. അപ്പം 2017 I cleared the exam. സോ അപ്പോൾ നമ്മൾ ഇപ്പോൾ 2 സ്റ്റെപ്പിൽ എത്തിയിരിക്കുന്ന. ഫസ്റ്റ് നമ്മൾ IELTS അല്ലെങ്കിൽ OET പാസ്സാവണം. രണ്ടാമത് നമ്മൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് എക്സാം പാസ്സാവണം. എക്സാം 2 പാർട്ടായിട്ടാണ് നടത്തുന്നത്. അപ്പം രജിസ്ട്രേഷൻ ഫോർ എക്സാം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാം ലൈക്ക് യു ഡോണ്ട് നീഡ് ടു ക്ലിയർ OET if your education was in English. അപ്പോൾ അതിൻ്റെ ഒരു ഫോമാറ്റ് മതി. So that's called the language proficiency.
It's not necessary. ഇപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നമുക്കിവിടെ വർക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട്. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ your name will be in the dentist register. ഓക്കെ. രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലേ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത പ്രൊസീജിയർ നമ്മൾ എംപ്ലോയറെ കണ്ടെത്തുക എന്നുള്ളതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഗെറ്റിംഗ് എ ജോബ്. ഓക്കെ, അതെ. സോ വാട്ട് ഐ ഫീൽ ഇസ് ഒരു അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് ഇടാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ? ഇനിഷ്യലി ഇല്ല, പറ്റത്തില്ല. ഇല്ല. ഓക്കെ. സോ ഫസ്റ്റ് നമ്മൾ 2 ഹേർഡിൽസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് ഫസ്റ്റ് ഇസ് ടു ക്ലിയർ എക്സാം ടു ഗെറ്റ് ദ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ മാത്രം കിട്ടിയോണ്ട് എല്ലാം ആകത്തില്ല. നെക്സ്റ്റ് തിങ് ഇസ് ടു ഗെറ്റ് എ ജോബ്. ഗെറ്റ് എ ജോബ് അഗെയിൻ. ഇപ്പം ഇവിടെ ഒത്തിരി ഡെന്റിസ്റ്റ് ഇവിടെ അയർലൻഡിൽ വരുന്നത് സ്പൗസൽ വിസയിലായിരിക്കും. ലൈക്ക് ഹസ്ബൻഡ് മൈറ്റ് ബി വർക്കിംഗ് ഹിയർ ഓർ വൈഫ് മൈറ്റ് ബി വർക്കിംഗ് ഹിയർ. ഫോർ ദം ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് മോർ ഈസിയർ. കാരണം they will have a stamp to work in the country. For them, they don't need a work permit. For them, it's a bit easier. Once you get the registration, you don't need a work permit. You just need to find a job. Always finding a first job is difficult because you're from a different country. You are trained in a different system. ഇവിടെ ഒരു ജോലി കിട്ടാൻ ഒരു ഇനിഷ്യൽ ഒരു ബുദ്ധിമുട്ട് കാണും, പക്ഷേ ഇറ്റ് ഷുഡ് ബി ഓക്കെ. നാട്ടിൽ നിന്ന് ഒരാൾ പുതിയതായിട്ട് വരുവാണെങ്കിൽ ഗെറ്റിംഗ് എ വർക്ക് പെർമിറ്റ് ഇസ് ദ നെക്സ്റ്റ് hurdle in front of you. Getting a work permit means you'll have to find a suitable employer. അപ്പോൾ അതിനൊന്നും നമുക്ക് ഷോർട്ട് സ്റ്റേ വിസാസേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് 3 monthsന് എംപ്ലോയറെ കാണുക, പിടിക്കുക. ലൈക്ക് യുനോ there's a lot of paperwork involved in getting an employment. അപ്പം അത് ചെയ്യാൻ തയ്യാറുള്ള എംപ്ലോയർ ആയിരിക്കണം. The permit which you get would be a general employment permit. Dentistry is not in the critical skills list. So the permit which you get is a general employment permit. You'll have to keep renewing every year. Then your family can be bought in only after 1 year. അങ്ങനെ കുറേ ഇതാണ് the next part of getting into Ireland. ഇപ്പം ഒരാൾ നാട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇതെല്ലാം ഇപ്പം യൂറോപ്പിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കണം. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അയർലൻഡ് ആയിരിക്കും അവരുടെ ബെസ്റ്റ് ഓപ്ഷൻ, അതോ UK ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ ആസ് എ ഡെന്റിസ്റ്റ്? ഈ എല്ലാ കാര്യത്തിലും, അതായത് ഒരു ജോബ് കണ്ടെത്താനുള്ള എളുപ്പമാർഗത്തിലും അല്ലെങ്കിൽ ഈ പ്രൊസീജിയർ കടന്നെത്താനുള്ള എളുപ്പത്തിൽ ഏതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ? ഏതായിരിക്കും അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഐ വുഡ് സേ UK ആണ് കുറച്ചുകൂടെ ഈസി. കാരണം UK പ്രോസസ്സ് കടന്നുപോയ ഒത്തിരി പേരുണ്ട്. There are a lot of Indian dentists in UK. പിന്നെ UK is a bigger country. More of opportunities, more of around 200 applications every year is accepted. More of an, I mean, big country ആകുമ്പോൾ big resources. അയർലൻഡിൽ ഇപ്പം ഒരുപാട് ഓപ്പണിങ്സ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. Can be, but ഈ വേ ഇതാണ്, they are accepting only 20 new applications every year from the whole world. അപ്പോൾ അങ്ങനെ ചെറിയ കൺട്രി അവരുടെ റിസോഴ്സസ് അവരങ്ങനെ വലുതായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പം ബട്ട് UK is a bigger country. Things ഇച്ചിരി ട്രാൻസ്പെറൻ്റ് ആണ്. പീപ്പിൾ നോ കപ്പിൾ ഓഫ് തിങ്സ്. അതുകൊണ്ട് ഇവിടുത്തെ വർക്ക് എൻവയോൺമെന്റും പിന്നെ സാലറി ഒരു അപ്രോക്സിമേറ്റ് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഹാപ്പി ആയിരിക്കും? ഓഫ് കോഴ്സ് ആയിരിക്കും. ഓഫ് കോഴ്സ്. കാരണം ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. ദ വേ യു വർക്ക് ഇസ് ഡിഫറെൻറ്റ്. സെറ്റിലിംഗ് ടൈം നല്ല ബുദ്ധിമുട്ടായിരിക്കും നാട്ടിൽ നിന്ന് വർക്ക് ചെയ്ത ഒരാൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ. ഇനിഷ്യലി ഗെറ്റിംഗ് യൂസ് ടു ദ സിസ്റ്റം, getting used to talking, communication is a big factor. നാട്ടിൽ അങ്ങനെ നമ്മൾ പ്രൊസീജിയർ ബേസ്ഡ് ആണ്. Like you do your work, you're happy, everything is done. But here the patient has to be happy. അപ്പം that is there. Communication is a big aspect. നാട്ടിലെ പോലെ നമുക്ക് അത്ര ബോസി ഒന്നും ആകാൻ പറ്റത്തില്ല. Patient know their rights. You'll have to be very careful anything you do. Your recording has to be systematic. Everything, whatever you do, has to be put in records. പിന്നെ work-life balance, there is like 9 to 5, that's it. 5:30 ഇല്ല. 9 to 5 you work, you just stop at 5. പിന്നെ it depends on how much ever you want to work. You can control what you want to do. പിന്നെ obviously the returns which you get here നാട്ടിലെ കമ്പയർ ചെയ്യുമ്പം it's cannot be compared എന്ന് തന്നെ പറയാം. കാരണം I have worked in both places. So with the working life balance, yes, it is different. It is more ഇച്ചിരി നമുക്ക് കൺവീനിയൻ്റ് ആണ്. സാലറി വൈസ് ആണെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്.
The only thing is getting used to the system. അപ്പം ഇതിനു വേണ്ടി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വർത്താണ്. It's worth അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. But നമ്മൾ അയർലൻഡ് ഞാൻ ഇപ്പോൾ if you ask me അയർലൻഡ് വേണ്ടി മാത്രം ട്രൈ ചെയ്യരുത്. You should try UK and Ireland. Both. കാരണം UK more of open. What I find is you have more of openings there. More of exams. There are more of people into the system. More of people know about things happening. Ireland is a small country, limited resources. അങ്ങനെ ആയതുകൊണ്ടുള്ള and UK is no longer a part of the EU. So they need foreign dentists. Ireland is again in the European Union. അങ്ങനെയുള്ള ഓരോരോ വ്യത്യാസങ്ങളാണ്. അപ്പം ഡെന്റിസ്റ്റുമാർക്ക് എങ്ങനെ ഇവിടേക്ക് കയറി വരാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പം ചെയ്തത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിനി ഒരു വീഡിയോ കൂടെ ഉണ്ട്. അതായത് ആൽവിൻ്റെ വൈഫ് ഡോക്ടറാണ്. അപ്പോൾ നമ്മൾ രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ആൽബിൻ്റെ വൈഫ് ഡോക്ടർ ആയതുകൊണ്ട് പുള്ളിക്കാരിയും നാട്ടിൽ പഠിച്ച വ്യക്തിയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഡോക്ടർമാരുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം എങ്കിൽ അത് അന്ന് ഞാൻ ചെയ്ത ഡോക്ടേഴ്സ് അവർ യൂറോപ്യൻ യൂണിയനിൽ പഠിച്ചവരായിരുന്നു. പക്ഷേ ഇന്നിപ്പം ആൽബിൻ്റെ വൈഫ് സ്റ്റെഫി നാട്ടിൽ പഠിച്ച വ്യക്തിയാണ്. അപ്പം ഓൾറെഡി പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പം എല്ലാ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തിയാണ്. അപ്പോൾ അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയും തീർച്ചയായിട്ടും കാണുക. Okay, thank you.